ഞാൻ കേരമീൻ മേടിച്ചിട്ട് വന്നേ. ഞാനടുത്തത് കറി വെക്കുന്നത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. ഞാനങ്ങനെ കറി വെക്കുന്നത് നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നുണ്ട്. കേര കൊണ്ടുവന്ന് കൊച്ചു കഷ്ണമായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണേ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കൊച്ചുള്ളി മൂന്നും കൂടെ അരിഞ്ഞ് വെച്ചേക്കുക. ഇത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ചട്ടിയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി. ഇനി ശകലം ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂക്കട്ട് കിടന്നു. ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് ഇനി നമുക്ക് ഈ അരിഞ്ഞ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു സവോളയായിട്ട് അരിഞ്ഞ് ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കട്ട് കിടന്ന് ഒരു 4 കഷ്ണം പുളി വെള്ളത്തിയിട്ട് വെച്ചേക്കുക. കഴുകി വെള്ളത്തിയിട്ട് വെച്ചേക്കുക. ഈ ചെറുതായിട്ടൊന്ന് വഴന്ന് ഈ മുളക് പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂണ് മുളക് പൊടി. 4 സ്പൂണ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. ഇവിടെ എരി കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ 4 സ്പൂൺ ഇട്ടു. നല്ല 4 സ്പൂണ് മുളക് പൊടി ഇട്ടു. ഇനി കുറേ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ്. ഇതെല്ലാം ഈ മുളക് പൊടി മൂത്ത് ഈ പുളിവെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എനിക്ക് ഇച്ചിരി വെള്ളം കൂടുതലാണ് ഞാൻ ഒഴിക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടു. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഈ ചാറ് തിളച്ച് ഇനി ഈ കഷ്ണമൊക്കെ പെറുക്കിയിട്ട് കൊടുക്കാം. കഷ്ണമെല്ലാം പെറുക്കിയിട്ട് ഇനി അല്പം ഉലുവാപ്പൊടി, കരിയാപ്പില. അത് നമ്മുടെ ആവശ്യത്തിനാണ് കരിയാപ്പില ഇടുന്നത്. എനിക്ക് ഇച്ചിരി കരിയാപ്പില കൂടുതലിടുന്ന ഇഷ്ടമാണ്. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. ഇനി അടച്ച് വയ്ക്കാം. വർഷങ്ങൾ കൊണ്ടിരിക്കുന്ന ലക്കി ബാമ്പുവാണെന്നൊക്കെ നല്ല വെച്ചേക്കുന്നത്. ആഴ്ച ഒരു ദിവസം ഞാൻ വെള്ളം മാറും. ഒന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് തിളച്ച് മീൻ പറ്റാറായി. ഒരു ശകലം കൂടെ പറ്റട്ടെ. ചാറ് നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട്. കുറുകുറാന്നിരിക്കുന്ന ചാറ്. നല്ല അടിപൊളി മീൻ കറിയായി. നല്ലതായിട്ട് പറ്റി നല്ല കുറുകുറാന്ന് ഇരിക്കുന്നുണ്ട്. കണ്ട് നല്ലതായിട്ട് പറ്റി.